5 പേർ മരിച്ച ചെട്ടിയങ്ങാടി റോഡപകട ദുരന്തം 6 മാസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടിയായില്ല. തഹസിൽദാരെയും ജനപ്രതിനിധികളെയും പോലീസിനെയും നഗരസഭയെയും നാട്ടുകാരെയും കബളിപ്പിച്ച് വാക്കുപാലിക്കാതെ തീരുമാനം ലംഘിച്ചിരിക്കുകയാണ് റോഡ് നിർമ്മാണ അതോറിറ്റിയെന്ന് നാട്ടുകാർ. ജില്ലാ കളക്ടർ ഇടപെടണമെന്നും പരിഹാരമായില്ലെങ്കിൽ ജൂലൈ 1 മുതൽ വീണ്ടും ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും നാട്ടുകാർ. അപ്പോൾ ഈ തരത്തിലുള്ള അലംഭാവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ 6 മാസം മുൻപ് ഒരു ഉപരോധ സമരം റോഡ് നടത്തുന്ന ഒരു സമരം നടത്താൻ ആർക്കും താല്പര്യം ഉണ്ടായിട്ടല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇനി ഇത് മുന്നോട്ട് പോയാൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്, ഇവിടെ ജനകീയമായൊരു സമിതിയുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മാസം ജൂലൈ 1-ാം തീയതി അതിന് മുൻപായിട്ട് തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ ജൂലൈ 1-ാം തീയതി വീണ്ടും റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾ, ജനകീയ സമരങ്ങൾ നടത്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി ജൂലൈ 1-നകം ജില്ലാ കളക്ടറെ കാണും. മഞ്ചേരി ചെട്ടിയങ്ങാടിയിലെ ഒരൊറ്റ റോഡപകടത്തിൽ 5 പേരുടെ മരണത്തെ തുടർന്ന് തഹസിൽദാരുടെ നേതൃത്വത്തിലുണ്ടായ പ്രശ്നപരിഹാര യോഗത്തിലെ തീരുമാനങ്ങളാണ് പാഴ്വാക്കായി പരിഹരിക്കാതെ പോയത്. 2023 ഡിസംബർ 15-ന് വൈകുന്നേരമായിരുന്നു മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാനും അരീക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയും ചെട്ടിയങ്ങാടിയിൽ കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രക്കാരായ 5 പേർ മരിച്ച അതിദാരുണ അപകടം ഉണ്ടായത്. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് പ്രശ്നപരിഹാര അപകട നിവാരണ ആവശ്യമുന്നയിച്ച് നാട്ടുകാർ ചെട്ടിയങ്ങാടിയിൽ റോഡ് ഉപരോധിച്ചു. നേരത്തെ തുടരെ അപകടങ്ങൾ ഉണ്ടാകുകയും ആളുകൾ മരിക്കുകയും ചെയ്ത സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഒരേ അപകടത്തിൽ 5 പേർ മരിച്ചാലേ റോഡിൽ നാട്ടുകാർ നിർദ്ദേശിച്ച പരിഹാര പ്രവർത്തനങ്ങൾ നടത്താനാകൂ എന്ന ബന്ധപ്പെട്ടവരുടെ നിലപാടിനു ശേഷമായിരുന്നു 5 പേർ ഒന്നിച്ചു മരിച്ച അപകടം ഉണ്ടായത്. ഇതാണ് റോഡ് ഉപരോധ സമരത്തിലേക്ക് നാട്ടുകാരെ തള്ളിവിട്ടത്. ഒരേ അപകടത്തിൽ 5 പേര് മരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞ മെയിൻ്റനൻസ് റോഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് അറം പറ്റിയതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 5 പേര് മരിക്കാനിടയായ സാഹചര്യം ഈ റോഡിലുണ്ടായി. അതിനുശേഷം ആ 5 ബോഡികൾ മറവ് ചെയ്യുന്നതിന് മുൻപായിട്ട് രാത്രി അപകടം സംഭവിച്ചു. പിറ്റേന്ന് രാവിലെ 11 മണിക്ക് ബോഡി മറവ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ രാവിലെ 7 മണിക്ക് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഈ റോഡ് ഉപരോധിച്ചു. ഈ റോഡ് ഞങ്ങൾ ഉപരോധിച്ചത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 5 പേര് മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായിട്ടും അതിനു മുൻപ് പ്രശ്നങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടും റോഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. ഉപരോധ സമരത്തെ തുടർന്ന് ഏറനാട് തഹസിൽദാരും പോലീസും എത്തി 8:30-ന് തഹസിൽദാരുടെ ചേംബറിൽ അധികൃതരുടെ യോഗമുണ്ടെന്നും ഇന്നു തന്നെ പ്രശ്നപരിഹാര തീരുമാനം ഉണ്ടാകുമെന്നും നാട്ടുകാർ യോഗത്തിൽ പങ്കെടുക്കണമെന്നും അതിനാൽ സമരം അവസാനിപ്പിക്കണമെന്നും അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിച്ച നാട്ടുകാർ യോഗത്തിനെത്തുകയായിരുന്നു. യോഗത്തിൽ തഹസിൽദാരുടെ ക്ഷണപ്രകാരം എത്തിയ പോലീസ്, റോഡ് നിർമ്മാണ അതോറിറ്റി, റോഡ് സേഫ്റ്റി കൺസൾട്ടന്റ്, നഗരസഭാ അധികൃതർ എന്നിവരും നാട്ടുകാരുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. ഈ യോഗത്തിലെ തീരുമാനങ്ങളാണ് ബന്ധപ്പെട്ടവർ പുല്ലുവില പോലും കൽപ്പിക്കാതെ അവഗണിച്ചത്. നഗരസഭാധികൃതരും മഞ്ചേരി പോലീസും യോഗത്തിലെ തീരുമാനം സമയബന്ധിതമായി തന്നെ നടപ്പാക്കാൻ ശ്രദ്ധിച്ചെങ്കിലും തികഞ്ഞ അലംഭാവമാണ് റോഡ് നിർമ്മാണ സേഫ്റ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോലീസ് നഗരസഭ അറിയിപ്പുകളെ തുടർന്ന് റോഡിൽ സ്ഥിരമായി നിർത്തിയിട്ടിരുന്ന സൂചനാ ബോർഡുകൾ പോലും മറയ്ക്കുന്ന, റോഡിന്റെ കാഴ്ച കുറയ്ക്കുന്ന വാഹനങ്ങൾ മാറ്റിയിരുന്നെങ്കിലും പലതും തൽസ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. റോഡിൽ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ബോർഡ് സ്ഥാപിക്കൽ, റോഡിൽ നിന്നും ഓടയിലേക്ക് വെള്ളം ഒഴുക്കാൻ റോഡിന്റെ വശങ്ങളിൽ റോഡിനേക്കാൾ ഉയർന്നിരിക്കുന്ന ഇന്റർലോക്ക് പൊട്ടിച്ചെടുത്ത് താഴ്ത്തിവെക്കൽ, ഒടിഞ്ഞ 10ഓളം വിളക്കുകാലുകൾ പുനഃസ്ഥാപിക്കൽ, തകർന്നു കിടക്കുന്ന സൂചനാ ബോർഡുകൾ ശരിയാക്കി വെക്കൽ എന്നിവ യോഗ തീരുമാനങ്ങളിലെ നടക്കാത്തതും പരിഹരിക്കപ്പെടാത്തതുമായ പ്രശ്നങ്ങളായി അവശേഷിക്കുന്നു. ഇവിടെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശം, റോഡിൻ്റെ ടൈൽസ് ഉയർന്നിട്ടും റോഡ് താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാൽ മഴ പെയ്ത വെള്ളം റോഡിൽ നിന്നും ഡ്രെയിനേജിലേക്ക് പോകില്ല. അപ്പോൾ അത് ശ്രദ്ധയപ്പെടുത്തിയപ്പം ടൈൽസ് പൊട്ടിച്ചെടുത്ത് ടൈൽസ് താഴ്ത്തി വെക്കാമെന്ന് പറഞ്ഞതാണ്. ഈ പ്രദേശത്തുള്ള മുഴുവൻ തെരുവിളക്കുകളും അതുപോലെ പിന്നെ സിഗ്നൽ ബോർഡുകളും പിന്നെ വീണ് കിടക്കുകയാണ്, പൊട്ടിപ്പോയിട്ടുണ്ട് കുറേ എണ്ണം. അതെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്നും ശരിയായിട്ടില്ല. റോഡിൽ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ബോർഡ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ടില്ല. ഇപ്പം വെച്ചിരിക്കുന്ന ബോർഡ് പോലീസിൻ്റെ സഹായത്തോടു കൂടി നാട്ടുകാർ കൊണ്ടുവച്ച ബോർഡാണ്. ഇപ്പോൾ അവർ വെച്ചതല്ല. റോഡ് നിർമ്മാണ അതോറിറ്റി വെക്കാമെന്ന് പറഞ്ഞതാണ്. അവർ വെച്ച ബോർഡല്ല, നമ്മൾ വെച്ച ബോർഡാണ്.
നാമമാത്ര സൂചനാ ബോർഡുകളും റോഡിൽ റംബിൾ സ്ട്രിപ്പും മാത്രമാണ് അധികൃതർ ചെയ്തത്. അപകടശേഷം പേരിന് മാത്രം സ്ഥാപിച്ച ഗുണനിലവാരമില്ലാത്ത പതുക്കെ പോകുക എന്ന നിർദ്ദേശമുള്ള സൂചനാ ബോർഡും വീണുകിടപ്പാണ്. നിലവിലുള്ള മറ്റു വിളക്കുകാലുകളും സൂചനാ ബോർഡുകളും ചാഞ്ഞും ചരിഞ്ഞും ഒടിഞ്ഞും വീണുകിടക്കുന്നു. കാലവർഷം കനക്കുന്നതോടെ പേടിപ്പെടുത്തുന്ന ദുരന്ത സ്മരണയിൽ അപകടഭീതി പരക്കുകയാണ് നാട്ടുകാരിൽ. ജൂൺ 1 കനത്ത മഴയിൽ തന്നെ മുകൾ ഭാഗത്തെ ഉപറോഡുകളിലെ വെള്ളം ഉരുളൻ കല്ലുകൾക്കും മണ്ണിനും ചെളിക്കുമൊപ്പം ഓടയില്ലാത്തതിനാൽ മെയിൻ റോഡിൽ എത്തുകയും ചെളിയും കല്ലും മണ്ണും നിറഞ്ഞ റോഡ് അപകട സാധ്യതയ്ക്ക് വഴിവെക്കുകയുമാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് പ്രധാന കാരണമായി പറയുന്നത്. ഹുസൈൻ വല്ലാഞ്ചിറ, മുൻ നഗരസഭാംഗം KP ഉമ്മർ, കൗൺസിലർമാരായ ബീന തേരി, മേച്ചേരി ഹുസൈൻ ആജി, അഷ്റഫ് കാക്കേങ്ങൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VM അൻവർ, NK ഷെരീഫ്, AP സമീർ, സുബ്രഹ്മണ്യൻ എന്നിവരടങ്ങുന്ന 9 അംഗ ജനകീയ സമിതി രൂപീകരിച്ച് പ്രശ്നപരിഹാരത്തിനായി അധികൃതരുമായി ബന്ധപ്പെടുകയാണെന്ന് നാട്ടുകാരായ അക്ബർ KP, സുബ്രഹ്മണ്യൻ, റിയാസ് ചോലക്കൽ എന്നിവർ പറഞ്ഞു. മലപ്പുറം ലൈവ് വോയിസ്, മഞ്ചേരി.